സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്, അതുപോലെ മറ്റ് ESL ടീമുകളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. സോ ആദ്യം നിങ്ങളോട് പറയാനുള്ളത് 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും മാക്സിമം അതിലേക്കൊന്ന് എത്തിക്കാനായി ശ്രമിക്കുക. എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിൽ കിടക്കാം. എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ മാച്ച് നമുക്കറിയാം മുംബൈ സിറ്റി FC-യുമായിട്ടാണ് ഡ്യൂറൻ കപ്പിൽ. എന്തായാലും അരമണിക്കൂറൊക്കെ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യാൻ. സോ നമ്മുടെ സ്ക്വാഡ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പറായിട്ട് സോംകുമാറാണ്, പിന്നെ സഹീഫ്, ഓർമിപ്പ, മിലോസ്, ഐമാൻ, ലുണ, ഡാനിഷ്, ഫ്രെഡി, ഐമൻ, പെപ്ര, നോവ. സോ നോവയുടെ ഡെബ്യൂ ഇന്ന് തന്നെയാണ്. എന്തായാലും മറ്റ് സബ്സ്റ്റിറ്റ്യൂഷനുള്ള താരങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നോറ ഫെർണാണ്ടസ്, സന്ദീപ്, ബ്രൈസ്, പ്രീതം, യുഹൻബ, ആകാശ്, പണ്ഡിത, അസ, ശ്രീകുട്ടൻ, നവോച്ച തുടങ്ങിയ താരങ്ങളാണ്. സോ അത്യാവശ്യം നല്ലൊരു സ്ക്വാഡ് തന്നെയാണെന്ന് പറയാം. പിന്നെ ബംഗളൂരു FC-യുടെ സ്ക്വാഡ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ യുവതാരങ്ങളായിട്ടാണ് അവർ ഇറങ്ങാൻ പോകുന്നത്. ബംഗളൂരു FC അല്ല, മുംബൈ സിറ്റി FC-യാണ്. എന്തായാലും എനിക്ക് എപ്പോഴും തെറ്റിപ്പോവുകയാണ്, ഞാൻ എപ്പോഴും ബംഗളൂരു FC എന്നാണ് പറയുന്നത്, എന്താണെന്ന് അറിയില്ല. എന്തായാലും അവരുടെ ഒരു 11 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരും തന്നെ അറിയില്ല. അത് എനിക്കറിയുന്നതിന് അറിയില്ല, നിങ്ങൾക്കറിയാവുന്ന നല്ല താരങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഒരു ഗോൾ കീപ്പറായിട്ട് ശൗരി ശർമ്മയാണ്, അതുപോലെ തന്നെ തനുഷ് പാണ്ഡെ, നിഖിൽ ഷിൻഡെ, മുഹമ്മദ് കൈഫ് അൻസാരി, അർഷ് ഭഗവാൻ, ആദിൽ ഷേഖ്, സുബജിത് ബലേൽ, ഓംകാർ തൽക്കാർ, ആദിത്യൻ പൃഥ്വിരാജ്, മുസ്തഫ ഷേഖ്, മങ്തലൻ ഹൗക്കിപ്പ് എന്ന് പറയുന്ന താരങ്ങളാണ്. പിന്നെ അവരുടെ സബ്സ്റ്റിറ്റ്യൂഷനിലും താരങ്ങളുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. എന്തായാലും നിങ്ങൾ വായിക്കുക. ഈ പേര് വായിക്കുന്നതിന് ഭയങ്കര പാടാണ്, നമ്മൾ കേൾക്കാത്ത പേരായതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ദിമിത്രോസ് പെട്രറ്റോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. അതിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ തന്നെ വാർത്ത വന്നിട്ട് അതിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന തന്നെ ന്യൂസ് ഇട്ടു. അതുകൊണ്ട് 2026 വരെയാണ് അതിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഹെക്ടർ യുസ്റ്റേ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കാര്യം നമ്മൾ മാർക്കസ് മെർഗ്ലോവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ബംഗാൾ ടീമുകൾക്ക് വേണ്ടി കളിക്കുന്ന ആദ്യത്തെ ഫോറിൻ താരം എന്നൊരു റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് വരും. സോ ഹെക്ടർ യുസ്റ്റേ നല്ല ഡിഫൻഡറാണ്, പിന്നെ ഏജ് കുറച്ച് കൂടുതലാണെന്നുള്ളൂ, 36 വയസ്സുണ്ട്. സോ അതിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം കഴിഞ്ഞ സീസണിലും കാണിച്ചിരുന്നു. ബെസ്റ്റ് ഡിഫൻഡറാണ്, ബട്ട് ആ ഒരു ഏജിൻ്റെ പ്രശ്നം അദ്ദേഹം എവിടേക്കോ ചില സമയങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു സൈനിങ് എന്ന് തന്നെ പറയാം. അവർക്ക് ആ ഒരു സ്ഥലത്തേക്ക് നല്ലൊരു സൈനിങ്ങിൻ്റെ ആവശ്യമായിരുന്നു. ഹിജാസി നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നൊരു പ്ലെയർ അല്ല. സോ ഹെക്ടർ എന്ന് പറയുന്നത് ഒരു വിശ്വസിക്കാൻ പറ്റിയ ഒരു വെറ്ററൻ താരമാണ്. എന്തായാലും നല്ലൊരു സൈനിങ് എന്ന് തന്നെ പറയണം.